ജോയൽ, ഞാൻ ആ ഫയൽ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്ത ഫയലാ. പിന്നെ സർ, എന്റെ ഫോൺ താ. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാണ് ഫോൺ തട്ടി പറയുന്നേ. എന്റെ പൊന്നോ, പിന്നെ ഞാൻ എന്തിനാ ഈ മോളിൽ കൊണ്ടുവന്നേക്കുന്നേ? വർക്ക് പ്രഷർ എല്ലാം മാറ്റി ഷോപ്പിംഗ് ചെയ്ത് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനാ. അപ്പൊ നീ വീണ്ടും കമ്പനിക്കാരും പറഞ്ഞോണ്ട് വന്ന എങ്ങനെ ശരിയാവോ? എനിക്കൊന്നും ഷോപ്പ് ചെയ്യാനില്ല. ബട്ട് എനിക്കുണ്ടല്ലോ. അന്ന് സാറ് പോയി ചെയ്തിട്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. അയ്യോ, അത് പറ്റൂല. സിഇഒ എവിടെ പോയാലും അവിടെ PM വേണോന്നാ. സോ ഞാൻ എവിടെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ഏതിനും വേണം. പിന്നെ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ കമ്പനിക്കാരെ നോട്ട് അലൗഡ്. ഓക്കെ? ഇതെന്റെ കമ്പനിയാണോ അത് ഇയാളുടെ കമ്പനിയാണോ? ഇത് കണ്ടോ, കൊള്ളാല്ലേ? ഹേയ് ആദം, എന്താണ് പതിവില്ലാണ്ട് ഷോപ്പിംഗ് ഒക്കെ? റോബിൻ, എന്താ മോനെ, നീ ഷോപ്പിങ്ങിന് പോകുമ്പോഴും PM കൊണ്ടേ പോകത്തുള്ള? ഇവനെന്റെ വെറും PM മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ? അതൊട്ടുമില്ല മോനെ. എന്തായാലും നടക്കട്ടെ. പിന്നൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ തമ്മിൽ ഒടുക്കത്തെ ചേർച്ചയാ. റോബിൻ, വാ, നമുക്ക് പോകാം. ലക്സിന് പോകാൻ ധൃതിയായോ? പോയിട്ട് കുറച്ച് തിരക്കുണ്ടതാ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയേക്കോ. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്വർഗത്തിലേക്ക് കട്ടറുമ്പാകുന്നില്ല. നീ എന്തിനാ റോബിൻ അവരോട് അങ്ങനെയൊക്കെ പറയാൻ പോയേ? അതിനിപ്പോ എന്താ, പറഞ്ഞത് സത്യല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഏതിന്റെ മുഖം കണ്ടാ അറിയാം അവന് ഒരു താല്പര്യമില്ലെന്ന്. ആര് പറഞ്ഞു? എനിക്കങ്ങനെ തോന്നിയേയില്ല. ആദത്തിന്റെ കൂടെ അവൻ നല്ല ഹാപ്പിയുമാണ്, കംഫർട്ടബിളുമാണ്. സാധാരണ ആദത്തിന്റെ സ്വഭാവം വരുന്ന PMമാർക്കൊന്നും പിടിക്കാത്തതാ. പിന്നെ ആദം, അവന് ഇങ്ങനൊരു വേർഷനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അതെന്തായാലും ഏതും കാരണമായിരിക്കും, അത് ഉറപ്പാ. അല്ല, അവരുടെ കാര്യം പറയുമ്പോ മാത്രം എന്താ നീ ഇത്ര നെഗറ്റീവായിട്ട് സംസാരിക്കുന്നേ? എന്താ അലക്സ്, എന്താ പ്രശ്നം? ഒന്നുമില്ല, ഞാനവരെ കണ്ടപ്പോ ജസ്റ്റ് പറഞ്ഞുള്ളൂ. അല്ലാതെന്ത്? അങ്ങനാണെ നിനക്ക് കൊള്ളാം. ചില സമയത്ത് എനിക്ക് നിന്റെ സ്വഭാവം ശരിക്കും പിടിക്കുന്നില്ല. വരാൻ നോക്ക്, പോകാൻ ഭയങ്കര ധൃതിയല്ലേ. റോബിൻ, നീ എന്തിനാ വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നേ? അതോ അവരുടെ പേര് പറഞ്ഞ്? പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനൊന്നുമില്ല റോബിൻ. സാരെന്തിനാ അവരോട് നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുള്ള പോലെ പറഞ്ഞേ? ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ്? നമ്മൾ വെറും സിഇഒയും PA ആണോ? അല്ലാതെ പിന്നെ എന്താ? വേറൊന്നുമില്ല. ഇതൊരു പബ്ലിക് പ്ലേസാ. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞേക്കാം. റോബിൻ, വേണ്ട. അപ്പൊ സമ്മതിച്ചു. അതുകൊണ്ടല്ല, അവര് പോയി കാണില്ലേ? ഓ, എന്നാ ഫോൺ വിളിക്കും. എന്തിനാ സാർ? പറഞ്ഞത് പറഞ്ഞു, അത് വിട്. എന്തിനാ ചിരിക്കുന്നത്? ഞാനത് പറഞ്ഞപ്പോ നിന്റെ കണ്ണ് വിടരുതെന്ന് ഞാൻ കണ്ടതാ. നീ കള്ളം പറയാൻ നോക്കണ്ട. നിനക്ക് വാ കൊണ്ട് കള്ളം പറയാനേ പറ്റൂ, കണ്ണുകൊണ്ട് പറ്റില്ല മോനെ. പിന്നെ നിന്റെ അലക്സിന്റെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് കൂടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവന് കൊള്ളുന്നേ കൊള്ളട്ടെന്ന് കരുതി. ഹേയ്, എന്താ ഡെസ്പായേ? വിട്ട് കളയടോ. ചെറ്റത്തരം കാണിച്ച അവനല്ലല്ലോ ഇത്ര വിഷമം, പിന്നെ തന്നെ തനിക്ക്. ഒരു കണക്കിന് അവനിങ്ങനെ ചെയ്തത് നന്നായി, അതുകൊണ്ട് എനിക്കൊരു ജീവിതം കിട്ടി. നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഏതൻ, നമ്മുടെയൊക്കെ ഒരു കുഴപ്പമുണ്ട്. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ കളഞ്ഞിട്ട് നമ്മളെ വേണ്ടാത്തവരെ പുറകെ നമ്മൾ പോകുന്നത്. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. നിനക്ക് പകരം വേറൊരാളെ എപ്പോ ചൂസ് ചെയ്തോ അപ്പൊ തന്നെ നിങ്ങളുടെ പ്രണയം തോറ്റുപോയി. വീണ്ടും നീ അവനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഹേയ്, അവനോടുള്ളതൊക്കെ ഞാൻ വിട്ടു മൂവോണാകാൻ തുടങ്ങി. പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അത് നീ വേറൊരാളെ സ്നേഹിച്ചാൽ തീരും. അതൊന്നും ശരിയാവില്ല സർ. എന്തുകൊണ്ട് ശരിയാവില്ല? അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഷോപ്പിംഗ് കഴിഞ്ഞില്ലേ? സാറ് വരാൻ നോക്കാം. ഒത്തില്ലെന്ന് തോന്നുന്നു. സാറെന്താ ഇവിടെ? ഇന്ന് ഓഫ് ഡേ അല്ലേ? തന്നെ കാണാൻ തോന്നി, അതാ വന്നേ. അമ്മ എന്തി? അമ്മ പുറത്തു പോയേക്കോ, ഇപ്പൊ വരും. അല്ല, എന്നെ അകത്തോട്ട് കേറ്റുന്നില്ലേ? വാ. അതെ, എനിക്ക് വിശക്കുന്നു. ഇവിടെ ഞാൻ എന്തേലും കുക്ക് ചെയ്യാം.
എന്നാ സർ കഴിച്ചിട്ട് അഭിപ്രായം പറ. എന്തു പറ്റി സർ? സാറിനൊക്കെ അറിയുന്നേ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. അതിനെന്തിനാ ഇങ്ങനെ കരയുന്നേ? സന്തോഷം കൊണ്ടാ. ഓ പോട്ടെ, ഇനി ഞാനുണ്ടല്ലോ, ഉണ്ടാക്കി തരാം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്തോ പറഞ്ഞു, ഒന്നുകൂടെ പറ പ്ലീസ്. ഹാ മോനെ, നീ എപ്പോ വന്നു? ഹാ അമ്മ, ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ഏരൻ, നീ ഇതുകൊണ്ടേ ഫ്രിഡ്ജ് വെച്ചിട്ട്. ഹാ അമ്മ, ഇതാ. എന്താ മോനെ, ഫുഡ് ഇഷ്ടായോ? ഹാ അമ്മ, ഒത്തിരി ഇഷ്ടായി. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അവൻ വെച്ചതല്ലേ. അവൻ എന്നേക്കാൾ നന്നായി കുക്ക് ചെയ്യും. അവനെ കെട്ടുന്നവന്റെ ഭാഗ്യം. എന്താ ആ ഭാഗ്യം നിനക്ക് വേണോ? അമ്മ, എനിക്കറിയാടാ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന്. അയ്യോ അമ്മ, ഐ ആം സോറി. എന്തിന്? നീ ധൈര്യമായിട്ട് വളച്ചോടാ. അധികം പിടിതരുന്നവനല്ല. നീ നിന്റെ കഴിവ് പുറത്തെടുത്താൽ മതി, അവൻ വളഞ്ഞോളും. അമ്മ കൊള്ളാലോ. അലക്സ് കാരണം അവൻ കുറെ വിഷമിച്ചതാ. എനിക്കൊന്നും അറിയില്ലെന്ന് അവന്റെ വിചാരം. ഇപ്പൊ അവനൊരു തുണയുടെ ആവശ്യമുണ്ട്. ഞാനിനി എത്ര കാലം ഉണ്ടെന്ന് വെച്ചാ. മോൻ മിടുക്കന. നീ അവനെ പൊന്നുപോലെ നോക്കുമെന്ന് അമ്മയ്ക്കൊരു വിശ്വാസമുണ്ട്. സർ, ഞാൻ ഉറങ്ങുമ്പോ കാണാൻ എന്താ ഭംഗി. ഉറങ്ങുമ്പോ മാത്രമേ ഭംഗിയുള്ളൂ. എന്നെ ആരോ വിളിച്ചു, ഞാനങ്ങോട്ട് ഇങ്ങോട്ട് വാടാ. സാർ എന്താ ചെയ്യുന്നേ? ആരെങ്കിലും കാണും. എന്റെ ക്യാബിനിൽ പെർമിഷൻ ഇല്ലാതെ ആരും വരില്ല. ആദം, ഈ തെണ്ടി ഒഴിച്ച്. സോറി, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ പിന്നെ വരാം. സാർ അങ്ങനൊന്നുമില്ല, ഞാൻ പോയേക്കോ. ദാ പോകുന്നു. നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? സോറി മോനെ, ഞാൻ വിചാരിച്ചോ നീ ബാലഗേനാര് കളിക്കുവാണെന്ന്. അത് ഈ ഓഫീസിൽ ഓടാ, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഇനി എപ്പോ ആവും? അതൊക്കെ ആവണ്ട, അവനെ തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവനെന്നെ ഇഷ്ടമാണ്. കണ്ടാ മതി. പിന്നെ അന്ന കാര്യം പറയാൻ പറഞ്ഞു. ഈ വരുന്ന സാറ്റർഡേ സക്രിയ സാർ ഒരു ബിസിനസ് പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിന്നോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോ ഞാൻ പോയേക്കും. എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ ആദം സാറിനോട് എസ് പറഞ്ഞാലോ എന്ന് ആലോചിക്കും. ശരിക്കും? അതേടാ, അലക്സ് എന്തായാലും ന്യൂ ലൈഫ് സ്റ്റാർട്ടാക്കി. പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് നടക്കുന്നത്? അതെന്തായാലും പൊളിച്ചു. ഈ വരുന്ന സാറ്റർഡേ സക്രിയ സാർ ഒരു പാർട്ടി വെച്ചേക്കുന്നുണ്ട്. അന്ന് നല്ല അവസരമാ പറയാൻ. എന്നാ അന്ന് പറയാല്ലേ? പിന്നെ സാറിനോട് ഇരുന്ന് ചെന്ന് പറയരുത്. ഹേ, നോ വേ മാൻ, സർപ്രൈസ് ഞാൻ പൊട്ടിക്കില്ല. ഹായ് ബേബ്. അയ്യേ, നീ എന്താ ഈ കത്തിവേശത്തി? ബേബിനെ ഇംപ്രസ് ചെയ്യാൻ? നന്നായിട്ടുണ്ട്, ഞാൻ നന്നായി ഇംപ്രസ് ആയി. നീ മോൻ പൊക്കെ. അയ്യോ, അങ്ങനെ പറയാത്. പിന്നെ ഞാനെന്തിനാ വന്നേ? അങ്ങോട്ട് മാറി നിൽക്കുന്ന എന്റെ അമ്മയൊക്കെ ഉള്ളതാ. ഹോ, മൈ ഭാവി അമ്മായിമ്മ, എനിക്കൊന്ന് കാണണം. നല്ലതാ. ഇതും പറഞ്ഞോണ്ട് ഈ ഫാൻസി ഡ്രസ് ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ല്. നിന്നെ അടിച്ചു വരട്ടി ബിയറിന്റെ കൂടെ ടച്ചിങ്സ് ആയിട്ട് അടിക്കും എന്റെ തള്ള. അയ്യോ, ദാ പറഞ്ഞു തീർന്നില്ല, ദാ വരണു. നീ ഇവിടെ എന്നാ എടുക്കുക? ഇതേതാ ഈ നോക്കൂത്തി? നിന്റെ തള്ളയുടെ കണ്ണിന് തിമിരാണെന്ന് കൺഫേം ആയി. അല്ല, ഇത്രയും ഭംഗിയുള്ള എന്നോട് അവരിങ്ങനെ പറയില്ല. അടിച്ച് അച്ചാറാക്കണ്ടെങ്കിൽ നീ ഒന്നും മിണ്ടാതിരി. എന്നാടാ രണ്ടും കൂടെ പിറവിറുക്കുന്നേ? നീ ഏതാടാ കൊച്ചനെ? അതമ്മച്ചി, ഇവൻ സ്ഥലം മാറി കയറിയതാ. ഇനി പൊക്കോടാ. എന്തായാലും നീ വന്നില്ലേ, ഇനി പാർട്ടിയൊക്കെ കൂടിയേച്ച് പോയാ മതി. പെർമിഷൻ കിട്ടി. അപ്പൊ എനിക്കിനി നിൽക്കാലോ. പിന്നെ ഇന്നെന്റെ ബേബിയെ കാണാൻ ഹോട്ടായിട്ടുണ്ട്. അതെ, ഇവിടെ കൊഞ്ചിക്കൊണ്ട് നിൽക്കാതെ വരാൻ നോക്ക്, പാർട്ടി തുടങ്ങി. ഇവനെ കൊണ്ട്
ഹേയ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നത്തെ ഈ പാർട്ടിക്ക് എന്റെ ക്ഷണം സ്വീകരിച്ചത് എല്ലാവർക്കും എന്റെ സ്വാഗതം. നമുക്ക് പുതിയ പ്രോജക്റ്റ് കിട്ടേണ്ട പാർട്ടിയാണെങ്കിലും ഈ അവസരത്തിൽ എനിക്ക് വേറൊരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ട്. ഇതാണ് എന്റെ ഫ്രണ്ട് ജോൺ. ഹലോ. ജോണിന്റെ മകൾ സിയയും എന്റെ മകൻ ആദത്തിന്റെ കല്യാണം ഞാനങ്ങ് ഉറപ്പിച്ചു. ഉടൻ തന്നെ കാണും. സഡൻ ഡിസിഷൻ ആയതുകൊണ്ട് എല്ലാരും ഷോക്കിംഗ് ആയിരിക്കും, പ്രത്യേകിച്ച് എന്റെ മകൻ. നീ ഒന്ന് അടങ്ങി. ഇത്ര നാളും തന്നെ ഞാൻ കയറൂടി വിട്ടു, ഇനി അത് പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഒന്നും മിണ്ടാതിരിയാതെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നു. ഏതൻ, എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെ? ഞാൻ പോയേക്കുക, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. ഏതൻ ഡാ, എനിക്ക് സന്തോഷമായടാ, ഇപ്പോഴെങ്കിലും നീ ഇതിന് ഒരു തീരുമാനം എടുത്തല്ലോ. ഏതൻ പോയി. എല്ലാം ഞാനൊന്ന് സെറ്റാക്കി വരുമായിരുന്നു, ഒപ്പം കൊണ്ട് തുരച്ച്. നിങ്ങൾ എന്ത് കാര്യം പറയുന്നേ? അമ്മച്ചി ഒന്ന് പൊക്കെ. അതെന്താടാ, ഞാൻ അറിഞ്ഞാൽ നിന്റെ കുഴി കിടക്കുന്ന തന്ത എഴുന്നേറ്റ് വരും. ഓ, നൈസായിട്ട് തന്തയ്ക്ക് വെച്ച് പോയി വിളിച്ചോണ്ട് പോടാ ഇതിനെ. ആന്റി ഇനി വാ, ദാ അവിടെ ഒരു പോർക്ക് ഫ്രൈ ഉണ്ടെന്നാ കേട്ടെ. ശരിക്കും? എവിടാടാ? ഞാൻ കണ്ടില്ലല്ലോ. ആ ഉണ്ടെന്നേ, ഇനി വാ, ഞാൻ കാണിച്ചു തരാം. ഡാ, നീ അങ്കിളിനോട് കാര്യം പറഞ്ഞാ പോരെ, അതിനപ്പൊ കേൾക്കാൻ നിക്കണ്ടേ. ഇത് കാരണം ഏതന് വിഷമായി കാണും. അതിനിപ്പോ ഏതൻ നിന്നോട് ഇഷ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം നീ അതിനൊരു ക്ലാരിറ്റി വരുത്ത്, എന്നിട്ട് ബാക്കി ചിന്തിക്കാം. ഷാരോൺ, 2 ദിവസമായി അവൻ ഇതുവരെ ഓഫീസിൽ വന്നിട്ടില്ല. ഫോൺ വിളിച്ച് എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല. ആ ഫുള്ളി എന്നെ അവോയ്ഡ് ചെയ്യുക. നിനക്ക് അവന്റെ വീടറിയില്ലേ? എന്നാ ഗോ മാൻ. ഏതൻ, എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കാനാണ്. സാറ് ചെല്ല. ഏതൻ പ്ലീസ്. സാറിന്റെ കയ്യിന്ന് വിട്. ഏതൻ പ്ലീസ്. പാർട്ടിക്ക് ശേഷം നീ എന്നെ ഇഗ്നോർ ചെയ്യുക. അതിനെന്താ കാരണമെന്നെങ്കിലും പറഞ്ഞൂടെ? പറഞ്ഞിട്ട് എന്തിനാ? ഏതൻ ഏതൻ തന്നെയാ പറയുന്നേ. എനിക്ക് നിങ്ങളെ ഇഷ്ടം. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, താമസിച്ചു പോയെന്നും അറിയാം. മറക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒരിക്കൽ ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമെന്ന് ഭയമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രപ്പോസൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെ. സാറിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ മടുത്തു. അതുകൊണ്ട് ഞാൻ പ്രപ്പോസ് ചെയ്യാതിരിക്കുമായിരുന്നു. ആ സമയത്ത് സാറിന്റെ കല്യാണം ഉറപ്പിച്ച കാര്യം ഞാൻ അറിയുന്നത്. സാറ് പേടിക്കണ്ട, സാറിന്റെ ലൈഫിൽ ഒരു തടസ്സമായിട്ട് ഞാൻ ഒരിക്കലും വരില്ല. ഇത് പറഞ്ഞ് നടക്കേലോ. എന്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനാണ്. അതേപോലെ തന്നെ ആരുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. നിന്നോട് എനിക്ക് ഇഷ്ടം തോന്നിയപ്പോ തൊട്ട് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ, ജീവിക്കുവാണെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കുമെന്ന്. ഇന്നലെ പാർട്ടിയില് അത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യം. അപ്പനോട് ഞാൻ പറഞ്ഞോളാം, നീ പേടിക്കണ്ട. സാറല്ല, ആരം. ഇപ്പൊ ക്ലൈമറ്റ് നല്ല മൂടാക്കുന്നുണ്ട്. വിരോധമില്ലേ ഞാനൊരു കിസ്സൂടെ അടിച്ചോട്ടെ? വിരോധമുണ്ട്. മോൻ പോയി എല്ലാം ശരിയാക്കിട്ടോ, എന്നിട്ട് നോക്കാം. അപ്പാ, എടാ അപ്പാ, മിസ്റ്റർ സക്രിയ സാമേൽ ഒന്ന് ഇറങ്ങി വന്നാട്ടെ. തന്തയുടെ പേര് വിളിക്കുക അല്ലേടാ താൻ തോന്നി? അല്ല, എന്തിനാ ഈ കാറി കൂവുന്നേ? കാറി കൂവാതെ പിന്നെ ഞാനൊരു കാര്യം പറയാം. ജോണിന്റെ മോളെ ഒന്നും കെട്ട എനിക്ക് പറ്റില്ല. കെട്ടുവാണെ യാദൻ സക്രിയ ഏതനലോഷ്യം മാത്രമായിരിക്കും. ആയിക്കോട്ടെ. എന്താണ്?
ആയിക്കോട്ടടാ ചക്ക. അപ്പൊ പ്രശ്നമൊന്നുമില്ലേ? എനിക്കെന്തു പ്രശ്നം? നീ ആരേലും ഒന്ന് കെട്ടിക്കണ്ടാ മതി എന്നാൽ അപ്പഴ. അപ്പൊ സിയ? ഏത് സിയ? അപ്പൊ പറഞ്ഞില്ല ജോണങ്കിളുടെ മോള് സിയ. ഹാ, അവളെ നീ കെട്ടണേലേ അവളുടെ കെട്ടിയോനോടും പിള്ളേരോടും അനുവാദം ചോദിക്കേണ്ടി വരും. എന്തോന്ന്? എടാ പൊട്ട, ഇത്രേ ആയിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ? നിന്നെ നൈസായിട്ട് പറ്റിച്ചതാന്ന്. ആന്റി, നിങ്ങളും? അതേടാ, നീ ഞങ്ങളെ കുറെ വെള്ളം കുടിപ്പിച്ചതല്ലേ, ഇനി നീ കുറച്ചേരം വേർക്കട്ടെന്നോർത്തു. അതിനായിരുന്നു ഈ ഒരു ഡ്രാമ. പിന്നെ ഏതന്റെ കാര്യം, അതൊക്കെ ഷാരോ ഞങ്ങളോട് നേരത്തെ പറഞ്ഞത്. അപ്പ എന്നാലും നിങ്ങൾ അതുകൊണ്ട് നിനക്ക് ലാഭമായില്ലേ? നിങ്ങൾ അതുകൊണ്ട് സെറ്റായില്ലേ? അതിനു വേണ്ടി കൂടിയാ ഞാൻ ഈ ഡ്രാമ കളിച്ച്. എടാ നാറി, നീ കൂടി നിന്നെ കൂട്ട് നിന്നല്ലേ. സോറി അളിയ. ഹാ, ഇനി ഇവനെ കൂടെ ഒന്ന് കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്ക് സുഖമായി ഒന്ന് നാട് വിടാൻ. സുഖമായി കണ്ണടയ്ക്കുമെന്നല്ലേ? പോടാ മാറി, നീ ചത്തിട്ട് ഞാൻ ചാവും. നല്ല തള്ള. പിന്നെ സമയം പോലെ ആ നോക്കൂട്ടിയും കൂടെ വീട്ടിലേക്ക് വിളിക്ക്, അതും വൈകിക്കണ്ട. അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എടാ, ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേടാ ഞാനും വന്നേ. കൺഗ്രാറ്റുലേഷൻസ്. അവസാനം അടിച്ചെടുത്തല്ലേടാ. ഇന്നല്ല. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. നീ ഇത്ര പെട്ടെന്ന് മോണാകുമെന്ന് ഞാൻ കരുതിയില്ല. നിന്നെ മറക്കാൻ എനിക്ക് ആദ്യത്തിന്റെ പ്രസൻസ് തന്നെ ധാരാളം. പിന്നാണോ മൂവ് ഓൺ ആകാൻ? എന്താണ് രണ്ടും കൂടെ ഒരു രഹസ്യം പറച്ചിൽ? ഹേയ്, ഒന്നുമില്ല റോബിൻ. അലക്സ് പറയുമായിരുന്നു എനിക്കിപ്പോഴേ കിട്ടാൻ പ്രായമായിരുന്നില്ല. ഹേയ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പേഴ്സൺ എന്നല്ലേ? അപ്പൊ ഇത് കറക്റ്റ് ആണ്. അതാണ്. എന്നാ അലക്സ് ചെല്ലു. അലക്സിന്റെ മോന്ത് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നു. പിന്നെ ഇവന് കുറച്ച് വയസ്സായെന്നേ ഉള്ളൂ. നിന്റെ തന്തയാടാ വയസ്സായി. ഏതൻ, അവൻ പറഞ്ഞൊന്നും കാര്യമൊക്കെ ഉണ്ട്. എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. ജസ്റ്റ് 13 years old. ഞാൻ വിശ്വസിച്ച്. എടാ സത്യം. ഓ ശരി അപ്പാപ്പ. അപ്പാപ്പനാ? ചിരിക്ക്. ഈ അപ്പാപ്പന് എത്രത്തോളം സ്റ്റാമിന ഉണ്ടെന്ന് ഇന്ന് വൈകിട്ട് ഞാൻ കാണിച്ചു തരാം.
നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഓടാ മാറി. നീ ഹാപ്പി അല്ലേ? ഒരുപാട്. അല്ലെങ്കിൽ ഫസ്റ്റ് ലവ് സക്സസ് ആകുന്നത് ചുരുക്കം ചിലർക്ക് മാത്രമാണ്. എന്തായാലും നിന്റെ സെക്കൻഡ് ലവ് അത് ഓക്കെ ആയില്ലേ? അത് മതി. യുവർ ഇന്റൻസ് ലവ്. ഏതൻ ദാ വീഡിയോ വന്നല്ലോ. ശരി ഇതാ മോനെ, ഞാനും അവനും എല്ലാരും സെറ്റായി. ഇനി നീ മാത്രം ഇങ്ങനെ നടന്നാ മതിയോ? ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ഇല്ല. മനു, ഓ ദാ വരുന്നു. ചെല്ല്, നിന്റെ ബേബി വിളിക്കുന്നു. എന്ത് ചെയ്യാനാടാ, അവൻ എന്നെ ചീത്ത വിളിച്ചില്ലേ സമാധാനം വരില്ല. പേടിലേക്ക് എടുത്ത് വെച്ചതല്ലേ, അനുഭവിച്ചു. മനു ദാ വരുന്നു. ഇങ്ങനെ പേര് ഞാൻ ഈ കടലിൽ ചടിച്ചാകും. അത് വേണ്ട മോനെ, വെറുതെ കടല് മലിനമാക്കാൻ. ബേബി, എന്തോ ഈ സൺസെറ്റ് കണ്ടിട്ട് നിനക്കിപ്പോ എന്താ തോന്നുന്നു? സന്ധ്യയാവാൻ പോവാൻ തോന്നുന്നുണ്ട്. ഓ കിണ്ടി, ഞാനൊന്ന് റൊമാൻറ്റിക്കായി വരുമായിരുന്നു. എല്ലാം കളഞ്ഞു. പോട്, പെണങ്ങല്ലേ. Baby, look at me. The sun's going down, but my love for you burns brighter. I want to spend the rest of my sunset with you. Adam. ഇത് ഏത് വാട്സപ്പ് സ്റ്റാറ്റസ്? പോടുന്നു. ആദം നിക്ക്, ഞാൻ ചുമ്മാ പറഞ്ഞ. പോടാ. ആദം. ഏതൻ